ആകെ പേടിയായിരുന്നു. ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് അധികം അറിയില്ലായിരുന്നു ഒന്നാമത്. പിന്നെ മാർട്ടിൻ സാറ് നല്ല സപ്പോർട്ട് തന്ന് വരാൻ പോണ കാര്യങ്ങളെ കുറിച്ചും എല്ലാം നന്നായിട്ട് പറഞ്ഞു തന്ന്. കാലിനൊക്കെ വളവുണ്ട്, അതെല്ലാം ഇത് കഴിയുമ്പോ മാറി നല്ല നേരെയാകും. പിന്നെ ഈ വേദനയൊക്കെ ഇത്രയും നാള് സഹിച്ച വേദനകളൊന്നും ഇനി മുന്നോട്ട് ഉണ്ടാവില്ല. വേദന കൂടുതൽ നാൾ സഹിക്കണേലും നല്ലതാണല്ലോ ഇത് ചെയ്തതോടുകൂടി മാറിപ്പോണത്. അങ്ങനെ അമ്മയുടെ പേര് മിനു ഉത്തമൻ. അമ്മയ്ക്ക് കുറച്ച് നാളുകളായിട്ട് നല്ല കാലുവേദന ഉണ്ടായിരുന്നു, മുട്ടുവേദന. ഞങ്ങള് പല സ്ഥലത്തും ട്രീറ്റ്മെന്റിന് പോയെങ്കിലും പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിച്ചിട്ടും അതിനൊരു കുറവ് വരുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളിപ്പോ ഫ്യൂച്ചറിനെ കുറിച്ച് വല്ലാണ്ട് വേലാതിപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു ക്യാമ്പിനെ കുറിച്ച് കേട്ടത്. അങ്ങനെ ഞങ്ങൾ ക്യാമ്പിൽ വന്ന് പങ്കെടുത്തു. അമ്മയുടെ കാലിന്റെ അവസ്ഥ കണ്ടപ്പോൾ സർജറിക്ക് വേണ്ടി സെലക്ഷനായി. അപ്പോഴും ഞങ്ങൾക്ക് വല്ലാതെ പേടിയുണ്ടായിരുന്നു, എന്താകും സർജറിയെ കുറിച്ച് ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. പറഞ്ഞു കേട്ടത് വെച്ചിട്ട് സർജറി കഴിഞ്ഞാൽ വല്ലാത്ത പെയിൻ ആയിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് ആ ഒരു ഇതായിരുന്നു ഞങ്ങളുടെ മനസ്സിലിരുന്നത്. അപ്പൊ മാർട്ടിൻ സാറ് നല്ല സപ്പോർട്ട് തന്നു. സാർ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു, എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും, ഇത് കഴിഞ്ഞാൽ എത്ര നാൾ ശ്രദ്ധിക്കേണ്ടി വരും എന്നുള്ളതെല്ലാം പറഞ്ഞു തന്നു. അമ്മയ്ക്കും നല്ല ധൈര്യം കൊടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടു കാലം ഒരുമിച്ച് തന്നെ സർജറി ചെയ്യാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ഇവിടെ ചെയ്തു, എല്ലാം സക്സസ് ആയിരുന്നു. അമ്മയ്ക്കും ഓക്കെയാണ്. ഇവിടുത്തെ എല്ലാ നഴ്സിംഗ് സ്റ്റാഫ് ആയാലും ഡോക്ടേഴ്സ് ആയാലും എല്ലാ സപ്പോർട്ടും തന്നു. അത് കഴിഞ്ഞിപ്പം ഞങ്ങള് 1 വീക്ക് കഴിഞ്ഞ് സ്റ്റിച്ച് വെട്ടാൻ വേണ്ടി വന്നതാണ്. സ്റ്റിച്ച് വെട്ടി അമ്മ ഇപ്പം ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ബെറ്റർ ആയിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് കുറച്ചും കൂടെ ടൈം എടുക്കും, അമ്മയ്ക്ക് നടക്കാനും സ്വന്തം കാര്യങ്ങൾ വാഷ്റൂം പോകാനൊക്കെ ടൈം എടുക്കും എന്നുള്ളതായിരുന്നു. പക്ഷെ ആള് നല്ല ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പൊ തനിയെ ചെയ്യണം എന്നുള്ളൊരു ഇതില് തനിയെ തന്നെ എല്ലാം ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും പെട്ടെന്ന് ഇത് നന്നാവും എന്നുള്ളത്. സാറ് തന്ന സപ്പോർട്ടിലാണ് ഞങ്ങളിത് ചെയ്യാന്ന് വെച്ചത് തന്നെ. എല്ലാം സാറിന്റെ ഒരു സപ്പോർട്ടിലായിരുന്നു. സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. സാറിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഇത് ചെയ്യത്തില്ലായിരുന്നു.